അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും റാഹത്തല്ലേ? ബറാത്തിലാവും ബറാത്തുമെല്ലാം കഴിഞ്ഞു സന്തോഷത്തിലായിരിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ അമലും സ്വാലിഹായ അമലായി റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറ് അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ. നമുക്കെല്ലാവർക്കും റാഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലുമുള്ള ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ പരിശുദ്ധമായ ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. ഏതൊരു വസ്തുവിനും ഒരു ഹൃദയമുണ്ട്. എന്നാൽ ഖുർആൻ ഷരീഫിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് സൂറത്ത് യാസീൻ ആണെന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ എന്ത് ഉദ്ദേശം വെച്ചാണോ യാസീൻ ഓതി ദുആ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ആവശ്യത്തിന് വേണ്ടിയാണോ യാസീൻ ഓതുന്നത്, ആ ദുആക്ക് അല്ലാഹു തആല ഉത്തരം നൽകുമെന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരാൾ ഒരു രോഗിയുടെ അടുത്തിരുന്ന് യാസീൻ ഓതിയാൽ ആ രോഗിക്ക് അയാളുടെ മാനസികമായ പ്രയാസങ്ങളും അതുപോലെ ശാരീരികമായ പ്രയാസങ്ങളും ലഘൂകരിക്കാൻ ഇത് കാരണമാവുമെന്നും മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. കൂടാതെ മരണാസന്നനായ ഒരു രോഗിയുടെ അടുത്താണ് നിങ്ങൾ യാസീൻ ഓതുന്നത് എങ്കിൽ അത് രോഗിക്ക് മരണവേദന കുറച്ച് കിട്ടാനും അതുപോലെ സക്രാത്തിൻ്റെ സമയത്തുള്ള പ്രയാസങ്ങൾ കുറയാനും കാരണമാകുമെന്നും മാത്രമല്ല, മരണപ്പെട്ടു പോയ ഒരാളുടെ ഖബറിൻ്റെ ചാരത്ത് നിന്ന് ആരെങ്കിലും യാസീൻ ഓതി ദുആ ചെയ്താൽ 40 ദിവസം ഖബറാളികളുടെ ശിക്ഷ അല്ലാഹു തആല മാറ്റിക്കൊടുക്കുമെന്നും മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സൂറത്ത് യാസീൻ്റെ വളരെ പ്രധാനപ്പെട്ട വളരെ കുറഞ്ഞ മഹത്വങ്ങൾ മാത്രമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് സൂറത്ത് യാസീനിൽ നമുക്കുള്ള പ്രാധാന്യം. മുസ്ലിമായ ഒരു വ്യക്തിക്ക് സൂറത്ത് യാസീൻ പഠിക്കൽ നിർബന്ധമാണെന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. സൂറത്ത് യാസീൻ കാണാതെ പഠിക്കാനുള്ള വളരെ ചെറിയൊരു പരിശ്രമം മാത്രമാണ് ഈ വീഡിയോയിലൂടെ ആരംഭിക്കുന്നത്. സൂറത്ത് യാസീനിൽ 7 മുബീനുകളാണ്. ഈ വീഡിയോയിൽ 3 മുബീനുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളുടെ പഠിക്കാനുള്ള സൗകര്യപ്രകാരം ഓരോ മുബീനുകളായും പഠിക്കുക. ഈ മുബീനുകളിൽ തന്നെ കുറഞ്ഞ ആയത്തുകളാണ് ഉള്ളത്. ഉദാഹരണത്തിന്, ഒന്നാമത്തെ മുബീന് എത്തുന്നത് വരെ 12 ആയത്തുകളാണ് ഉള്ളത്. ഈ 12 ആയത്തിനെ ആദ്യം 6 ആയത്ത് പഠിക്കുക, എന്നിട്ട് 6 ആയത്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ഓരോ മുബീനിൻ്റെ ഉള്ളിലും ചെറിയ ചെറിയ ആയത്തുകളാക്കി സൂറത്ത് യാസീൻ നമുക്ക് നല്ല രീതിയിൽ തന്നെ മനഃപ്പാഠമാക്കാവുന്നതാണ്. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. എത്രയും പെട്ടെന്ന് വളരെ നല്ല രീതിയിൽ തന്നെ സൂറത്ത് യാസീൻ പഠിച്ചെടുക്കാനും മനഃപ്പാഠമാക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. തൻസീലൽ അസീസിർ റഹീം. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ലഖദ് ഹഖ്ഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. ഇന്നാ ജഅൽനാ ഫീ അഅ്നാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون.
إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم إن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين صدق الله العظيم صدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത വീഡിയോയിലൂടെ അസ്സലാമു